PV അൻവർ പറയുന്ന അദ്ദേഹത്തിന് മിനിഞ്ഞാന്ന് ഉറക്കാൻ പറ്റിയില്ല എന്നാണ്. PV അൻവറെ ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ട്. മതരാഷ്ട്രവാദി എന്നും തീവ്രവാദി എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ കുറെ കാലം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വിളിക്കുന്നവർക്കുള്ള തെറിവാക്കുകളാണ് PV അൻവർ വിളിച്ചതെങ്കിൽ ആ വിളി ആദ്യം കേൾക്കേണ്ടത് PV അൻവറിന്റെ പാർട്ടി ഓഫീസിലുള്ളവരാണ് എന്ന് PV അൻവർ മനസ്സിലാക്കേണ്ടതാണ്. ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങൾ അരിഞ്ഞെടുത്ത് പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊണ്ടുപോകുന്ന ഫലസ്തീനിലെ പിതാക്കന്മാരുടെ ചിത്രം കാണുന്ന സഹോദര, ഈ കാലഘട്ടത്തിൽ നിനക്ക് നിർവഹിക്കാനുള്ള കർമ്മം എന്താണ്? ഇന്ത്യയിൽ നിന്നും മുസ്ലിം ജനസാമാന്യത്തെ നോൺ സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞ് ക്യാമ്പുകളിലേക്ക് അയക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി സുഹൃത്തെ, നിനക്ക് ഈ ലോകത്ത് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർ റഹീമീനായ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും റഹ്മത്തും ബർക്കത്തും ഫളലും സദാ നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അങ്ങേയറ്റം കലുഷിതവും നിരാശാജനകം എന്ന് ഒരു വേള തോന്നിക്കുന്നതുമായ ആഗോളവും ദേശീയവും പ്രാദേശികവുമായ പശ്ചാത്തലത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ടും വിദ്യാർത്ഥികളെ നിരന്തരമായി സന്ദർശിച്ചുകൊണ്ടും അവരുടെ ഹൃദയത്തിൽ മുട്ടിവിളിച്ചുകൊണ്ടും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ക്യാമ്പയിനാണ് ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രമേയം രണ്ട് വംശീയ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അതിൻ്റെ പ്രതിഷേധവും അതിനെ പ്രതിരോധിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും രീതിശാസ്ത്രവും വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതായിരുന്നു SIOവിൻ്റെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ക്യാമ്പയിനിലൂടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥി ജനവിഭാഗങ്ങളോട് അവരുടെ ആദർശത്തെക്കുറിച്ചും അവരുടെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ചും അവർ അണിയേണ്ടുന്നതിന് ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുക എന്ന പ്രാഥമികമായ ദൗത്യം നിർവഹിക്കുകയായിരുന്നു. നമ്മളെല്ലാ ദിവസവും 5 സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് കേൾക്കുന്നു, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, അതുവഴി നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, വിജയം പ്രാപിക്കൂ. സത്യത്തിൽ ഇതിൻ്റെ ഒരു പരിഭാഷ മാത്രമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ചത്. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലൂടെ വഹ്യിന്റെ വെളിച്ചത്തിലൂടെ അള്ളാഹുവോടുള്ള സംസാരത്തിൻ്റെ ആധ്യാത്മികവും ആന്തരികവുമായ ശക്തിയിലൂടെ നിങ്ങൾ സ്വന്തത്തെയും നാടിനെയും പുനർനിർമ്മിച്ചുകൊണ്ട് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഈ വിളിയാണ്, ഈ ബാങ്കൊലിയുടെ തർജ്ജമയാണ് സത്യം പറഞ്ഞാൽ SIO ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർവഹിച്ചത്. SIO അതിൻ്റെ വിദ്യാർത്ഥി ഓഡിയൻസിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും SIO സ്വയം വിളിക്കുന്നതും നിങ്ങളൊരു ഇസ്ലാമിക വിദ്യാർത്ഥിത്വത്തെ അണിയണം എന്നുള്ളതാണ്. ഇസ്ലാമിക് സ്റ്റുഡൻഡം SIOവിനെ കുറിച്ച് SIO പറയാറുള്ളത്, കഴിഞ്ഞ 40 വർഷങ്ങൾ അല്ലെങ്കിൽ 40-ലധികം വർഷങ്ങൾ, SIOവിൻ്റെ കഴിഞ്ഞ 40-ലധികം വർഷങ്ങൾ അത് 40 years ഓഫ് ഇസ്ലാമിക് സ്റ്റുഡൻഡം, ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്നാണ്. SIOവിനെ കേൾക്കുന്ന വിദ്യാർത്ഥികളോട് SIOവിന് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിക വിദ്യാർത്ഥിത്വത്തിലേക്ക് കടന്നു വരൂ എന്നുള്ളതാണ്. SIO അത് ബോധപൂർവം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. നിങ്ങൾക്കറിയുമായിരിക്കും SIOവിൻ്റെ പ്രായപരിധി
30 വയസ്സുവരെയുള്ള പ്രായപരിധിയാണ്. അതിനെക്കുറിച്ചിട്ടല്ല സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥിത്വം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. SIO മനസ്സിലാക്കുന്നത് ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ കൊളോണിയലാനന്തര വംശീയ പ്രത്യയശാസ്ത്രങ്ങൾ അടക്കി ഭരിക്കുന്ന ലോകത്ത് ഒരു മുസ്ലിം എടുത്തണിയേണ്ടുന്ന പദവിയുടെ പേരാണ് ഇസ്ലാമിക വിദ്യാർത്ഥിത്വം. നമ്മളുടെ ലോകബോധത്തെയും നമ്മളുടെ രാഷ്ട്രീയ ഭാവനകളെയും നമ്മളുടെ അസ്തിത്വങ്ങളെയും കൊളോണിയൽ ആധുനികതയുടെ പ്രത്യയശാസ്ത്രങ്ങൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം ഏതുവരെ എന്ന് ചോദിച്ചാൽ യഹ്യ സിൻവാർ മസ്ജിദുൽ അഖ്സ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഫലസ്തീൻ ഞങ്ങൾ പണിതെടുക്കുമെന്ന് ചാരമായി കിടക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ആ മണ്ണിന്റെ മുകളിലാണോ അദ്ദേഹം നിൽക്കുന്നത്, ആ മണ്ണിന് അടിയിലാണോ അദ്ദേഹം നിൽക്കുന്നത് എന്ന് പോലും ആർക്കും മനസ്സിലാകാത്ത വിധം യഹ്യ സിൻവാർ പറയുമ്പോൾ നമ്മൾ അറിയണം, ഫലസ്തീനിലെ ബിൽഡിങ്ങുകൾ പൊട്ടിത്തകർന്നിരിക്കുന്നത്, ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങളുടെ മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾ നമ്മൾ പള്ളിയിലേക്ക് ജനാസ ഖബറടക്കാൻ കൊണ്ടുപോകുന്നത് പോലെയല്ല. ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങളുടെ മൃതദേഹങ്ങൾ, മയ്യത്തുകൾ അവർ കൊണ്ടുപോകുന്നത്. അവർ ആ മയ്യത്തുകൾ കൊണ്ടുപോകുന്നത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞയച്ച് ചിക്കനോ ബീഫോ വാങ്ങി വരാൻ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ അവർ അരിഞ്ഞെടുത്ത ഇറച്ചി കഷ്ണങ്ങൾ കൊണ്ടുവരുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ എന്താണ്, നിങ്ങളുടെ കവറിൽ ആ ഇറച്ചി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മകൻ അഹ്മദിന്റെ ഇറച്ചിയാണെന്ന് പറയുന്ന ഫലസ്തീനിലെ രക്ഷിതാക്കൾ. ആസാമിൽ ഒരു ജനതയുടെ മനുഷ്യരെ അവർ നോൺ സിറ്റിസൺസ്, പൗരരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുന്ന സമകാലികമായ പശ്ചാത്തലത്തിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുഴുവൻ മുസ്ലിം ജനവിഭാഗത്തോടുമെന്നല്ല മുഴുവൻ മനുഷ്യരോടും പറയുന്നു, നിങ്ങൾ എടുത്തണിയേണ്ടുന്ന പദവിയുടെയും ഐഡന്റിറ്റിയുടെയും പേരാണ് ഇസ്ലാമിക് സ്റ്റുഡൻഡം. എന്താണ് വിദ്യാർത്ഥി? ആരാണ് വിദ്യാർത്ഥി? വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു പേരല്ല. വിദ്യാർത്ഥി എന്നതുകൊണ്ട് SIO ഉദ്ദേശിക്കുന്നത് നിരന്തരമായ ത്വലബ്, അന്വേഷണം നടത്തുന്ന, നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന, നിരന്തരമായ അധികാരങ്ങളോട് കലഹിക്കുന്ന, നിരന്തരമായി സത്യം അന്വേഷിക്കുന്ന ഒരു ഐഡന്റിറ്റിയുടെ പേരാണ് വിദ്യാർത്ഥിത്വമെങ്കിൽ അതിന്റെ ഇസ്ലാമിക മാനത്തെക്കുറിച്ചാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ആദ്യം കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്? ആദ്യം അക്ഷരങ്ങളിൽ നിന്ന് പോലുമല്ല. ആദ്യം ഒരു വിദ്യാർത്ഥി കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് കഥകളിൽ നിന്നാണ്. SIO വിദ്യാർത്ഥികളോടും മുഴുമനുഷ്യരോടും പറയുന്നു, ഒരാൾ ആദ്യം ലോകത്തെക്കുറിച്ച് തന്റെ ഭാവനയും സങ്കല്പവും ആശയവും രൂപപ്പെടുത്തേണ്ടത് കഥകളിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. സൂറ യൂസുഫിൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ. പരിശുദ്ധ ഖുർആനിലെ കഥകളിൽ നിങ്ങൾക്ക് ഇബ്രത്ത്, പാഠമുണ്ട്. സൂറ യൂസുഫിൽ അല്ലാഹു പറയുകയാണ്, വിദ്യാർത്ഥികളോട് SIO പറയുന്നത് ആ ഖസസുകളിലേക്കും ആ ഇബ്രത്തിലേക്കും നിങ്ങൾ മടങ്ങണം എന്നാണ്. ആ കഥകളുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആനിലെ കഥകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന പ്രത്യേകത, അത് അത്ഭുത സിദ്ധികളുടെ കഥകളല്ല, മായാജാലങ്ങളുടെ കഥകളല്ല, മാന്ത്രിക വിദ്യകളുടെ കഥകളല്ല. അത് ആർഭാടങ്ങളുടെ കൊട്ടാരങ്ങളുടെ സിംഹാസനങ്ങളിൽ സ്വർണത്തലികകളിൽ ഭക്ഷണം കഴിക്കുന്ന മന്ത്രികുമാരന്മാരെ കുറിച്ച കഥകളല്ല. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മൂസാ നബി അലൈഹിസ്സലാമയുടെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വേദനിക്കുന്ന
ബഹിഷ്കരിക്കപ്പെട്ട, ഇറക്കിവിടപ്പെട്ട, സ്വന്തം നാട്ടിൽ നിന്ന് പോലും പിഴുതെറിയപ്പെട്ട പലായനത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും കഥകളാണ്. ആ ഖസസുകളിൽ നിങ്ങൾക്ക് ഇബ്രത്ത് പാഠങ്ങളുണ്ട്. ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങൾ പിഴുതെറിയപ്പെടുമ്പോ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ നോൺ സിറ്റിസൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കുമ്പോ ലോകം മൊത്തം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തത്തെ ആവർത്തിച്ചു പാരായണം ചെയ്യാൻ പറയുന്നു. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, നിങ്ങൾക്കതിൽ പാഠമുണ്ട്. ആ പാഠം എന്താണ്? നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബലാഇനുള്ളതാണ്, പരീക്ഷണങ്ങൾക്കുള്ളതാണ്. ഫലസ്തീൻ നിങ്ങൾക്ക് ഒരു കുറവല്ല, ഒരു കൂടുതലാണ്. വംശീയാക്രമണങ്ങൾ നിങ്ങൾക്കൊരു കുറവല്ല, ഒരു കൂടുതലാണ്. നിങ്ങൾക്കതൊരു നെഗറ്റീവ് പോയിന്റ് അല്ല, അതൊരു പ്ലസ് പോയിന്റ് ആണ് എന്ന ആദ്യത്തെ പാഠം, ആദ്യത്തെ കഥകളിൽ നിന്ന് ആദ്യത്തെ ലെസൺസ് ആയി സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റുഡന്റത്തിന്റെ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് സയ്യോ പറയുന്നത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഭൂമി ലോകത്ത് മനുഷ്യന്റെ നിയോഗം അത് ആർഭാടപൂരിതമായ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, മറിച്ച് അങ്ങനെയായിരുന്നെങ്കിൽ പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു ജീവിതത്തെ അള്ളാഹു നൽകണമായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേതാണ് മാസം? റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സ്പ്രിംഗ്, ആദ്യ വസന്തം. ആദ്യ വസന്തം എന്ന് പറഞ്ഞാൽ ആ വസന്തത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആ വസന്തത്തിൽ നിങ്ങൾ കാണുന്നത് പൂക്കളും മരുവികളുമാണോ? ആ വസന്തത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് കൊട്ടാരങ്ങളും പെട്ടുമെത്തകളുമാണോ? അല്ല. മക്കയിൽ നിന്ന് പിഴുതെറിയപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് കല്ലേറ് വാങ്ങി ചോരയൊലിച്ച് വീഴാതിരിക്കാൻ ഒരു മരത്തിൽ പിടിച്ചു നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം വീട്ടുകാരും നാട്ടുകാരും ആട്ടിപ്പറഞ്ഞയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശൈബ് അബീ ത്വാലിബിൽ പട്ടിണി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ കഥകളും ആദ്യത്തെ പാഠങ്ങളും തുടങ്ങുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്ക് മുസ്ലിം ലോകത്തെക്കുറിച്ചും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുമുള്ള നമ്മളുടെ മനസ്സിലാക്കലുകളെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു തുടങ്ങുമ്പോൾ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളുടെ മതസങ്കല്പങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച സങ്കല്പങ്ങൾ എത്രത്തോളം ചുരുങ്ങിപ്പോയി. റബീഉൽ അവ്വലിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നു. നമ്മൾ അതിന്റെ മദ്ഹുകൾ, അവിടുത്തെ മദ്ഹുകൾ പറയുന്നു. ആ ഓർമ്മകളിലൂടെ നമ്മൾ നമ്മളുടെ ഇഷ്കിനെ, ഹുബ്ബിനെ നമ്മൾ വാനോളം ഉയർത്തുന്നു. അവിടെ നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിലെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂക്തം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇതേത് സൂറയിലാണ് വന്നത്? സൂറ അഹ്സാബിൽ. ഇതെപ്പോഴാണ് വന്നത്? അഹ്സാബ് എന്ന കിടങ്ങ് കുടിച്ച് വിശപ്പ് സഹിക്കവയ്യാതെ വയറ്റിൽ കല്ലുവെച്ച് കെട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. കിടങ്ങുകൾ, സയനിസ്റ്റുകൾ ഫലസ്തീനിന്റെ മുകളിലേക്ക് മിസൈലുകൾ വർഷിക്കുമ്പോൾ ടണലുകളിൽ നിന്നുകൊണ്ട് യുദ്ധം പ്ലാൻ ചെയ്യുന്ന യഹ്യാ സിൻവാറിന്റെ കാലത്ത് നിന്നുകൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഏത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓർക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ പറയുന്നു, പക്ഷികൾക്ക് വെള്ളം കൊടുത്ത റസൂൽ, മരത്തിനോട് സംസാരിച്ച റസൂൽ. അവിടെ ഒതുങ്ങുന്നതല്ല ഇത്. സ്വന്തം ഉമ്മത്തിനെ കുറിച്ച് വേദനിക്കുന്ന റസൂൽ, പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കുറിച്ചും സമ്പത്തിന്റെയും വർണ്ണത്തിന്റെയും വംശത്തിന്റെയും പേരിൽ പിഴുതെറിയപ്പെടുന്ന മനുഷ്യരെ കുറിച്ചും വേദനിക്കുന്ന റസൂൽ. നമ്മളുടെ ഹുബിന്റെയും ഇസ്ലാമിക ആദർശത്തിന്റെയും അതിനെ നമ്മൾ നോക്കി വെക്കുന്ന പരിപ്രേക്ഷ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇസ്ലാമിക് സ്റ്റുഡന്റം നമ്മൾ സ്വന്തത്തിലൂടെ ആവിഷ്കരിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ചെറിയ ഒരു സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്
നിസ്സാരമായ ഒരു സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഈ സങ്കല്പങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇത് വെറുതെ ഉണ്ടായതല്ല. ഇന്ന് സെപ്റ്റംബർ 13 എന്നാണ് എൻ്റെ ധാരണ. 2 ദിവസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 11, സെപ്റ്റംബർ 11 ലോകരാഷ്ട്രീയത്തിൻ്റെ ചലനഗതി മാറ്റിമറിച്ച ഒരു സംഭവം 2001 സെപ്റ്റംബർ 11 നടന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുകയും തൊട്ടുടനെ അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങൾ ആക്രമിക്കപ്പെട്ട അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഒരു സ്കൂളിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്തില്ല. സെപ്റ്റംബർ 11 രാത്രി മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് പറഞ്ഞു, ഞങ്ങൾ ഭീകരതയെയും അതിൻ്റെ കാരണങ്ങളെയും തുടച്ചു നീക്കാനുള്ള യുദ്ധം, വാർ ഓൺ ടെറർ പ്രഖ്യാപിക്കുകയാണ്. വാക്കുകൾ ശ്രദ്ധിക്കണം. ഭീകരതയെ, അമേരിക്കയിലെ ഇരട്ടഗോപുരം തകർത്ത ആളുകളെ പിടിക്കുമെന്നല്ല ജോർജ് W. ബുഷ് പറഞ്ഞത്. ഭീകരതയുടെ കാരണങ്ങളെ കണ്ടെത്തി നശിപ്പിക്കും. അന്ന് മുതൽ അമേരിക്ക ലോകത്ത് സ്ഥാപിച്ച ഒരു പോളിസി വാർ, അതാണ് വാർ ഓൺ ടെറർ. വാർ എന്ന് കേൾക്കുമ്പോൾ അത് കേവലമായ തോക്കുകളും പീരങ്കികളുമുള്ള യുദ്ധം മാത്രമല്ല. അത് പോളിസികളിൽ, വിജ്ഞാനങ്ങളിൽ, ലോകരാഷ്ട്രീയത്തിൽ എല്ലാം സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയ പ്രോജക്റ്റ്. 7 ട്രില്യൺ അമേരിക്കൻ ഡോളർ അതിന് ചെലവഴിക്കേണ്ടി വന്നു എന്ന് പിന്നീട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അവർ നടത്തിയ കൂട്ടക്കൊലകൾ. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലോകത്തവർ നിർമ്മിച്ചെടുത്ത ഒരു പദ്ധതിയുണ്ട്. അതാണ് മോഡറേറ്റ് ഇസ്ലാം എന്ന ഒരു തരം ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുകയും റാഡിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു തരം ഇസ്ലാം ഉണ്ടെന്നും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും വേണം എന്ന് പറയുന്നത്. ഇത് അമേരിക്കയുടെ പോളിസി റാൻഡ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. അമേരിക്കക്ക് അവരുടെ ലോകരാഷ്ട്രീയത്തിന് അനുഗുണമാകുന്ന ഒരു ഇസ്ലാമുണ്ട്, മോഡറേറ്റ്, പീസ്, സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഇസ്ലാം. രാഷ്ട്രീയം പറയുന്ന ഇസ്ലാം, ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇസ്ലാം, അതിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണം. അതിൻ്റെ ഭാഗമായി ലോകത്ത് നിരവധിയായ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അമേരിക്ക നിർമ്മിക്കുകയും പബ്ലിക്കേഷൻ നടത്തുകയും ചെയ്യുകയുണ്ടായി. നിങ്ങൾ 2001 സെപ്റ്റംബർ 11 മുമ്പ് മുസ്ലിം ലോകത്തെ ചർച്ചകൾ എടുത്തു നോക്കുക. അതിനുശേഷം ഇന്ന് മുസ്ലിം ലോകത്തെ ചർച്ചകൾ എടുത്തു നോക്കുക. അന്നത്തെ ചർച്ചകളിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ലോകത്തെ ഇസ്ലാമിക നാഗരികത വരേണ്ടുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്ത മുസ്ലിങ്ങൾ ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ വ്യക്തികേന്ദ്രീകൃതമായ വാദഗതികളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നത് വെറുതെയുള്ള ഒരു മാറ്റമല്ല. അമേരിക്കൻ പോളിസി വാറിൻ്റെ സ്വാധീനം അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പീസ് ഇസ്ലാം, മോഡറേറ്റ് ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള തിരക്കിലാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും നാഗരികവുമായ ഭാവന, ആ ഭാവനയെ അരിഞ്ഞെടുത്തു തള്ളാൻ, ആ ഭാവനയെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾ ഹന്തലയുടെ വഴിയെ നടക്കണം, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന്. അത് 2 തരം വംശീയ പ്രത്യയശാസ്ത്രങ്ങളെ നേരിടുന്നു. അതിലൊന്ന് സിയോണിസം. സിയോണിസം എന്ന് പറഞ്ഞാൽ അത് ഫലസ്തീൻ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഫലസ്തീൻ അതിൽ ഒതുങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ല. നമ്മളുടെ പരിശുദ്ധമായ കഅബാലയവും മദീന മുനവ്വറയും അടക്കം സയണിസത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ലോകപദ്ധതി. ആ ലോകപദ്ധതി ആദ്യം സഹായിച്ചത് ബ്രിട്ടനും ഫ്രാൻസും പിന്നീട് അമേരിക്കയും. നിങ്ങൾ നോക്കണം,
ബ്രിട്ടനും ഫ്രാൻസും പിന്നീട് അമേരിക്കയും എന്തിനാണ് മിഡിൽ ഈസ്റ്റിലെ ഒരു ഭൂമിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്? ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ത്യ രാജ്യത്ത് വളരുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് സയണിസത്തോടുള്ള സമീപനം മാറുന്നു. ആയുധങ്ങളടക്കം ഹൈദരാബാദിലെ ടാറ്റയുടെ കമ്പനിയിൽ നിന്നടക്കം ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ അരിഞ്ഞെടുക്കാനുള്ള ആയുധങ്ങൾ ഇന്ത്യ രാജ്യം കൊടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് ഈ കൂട്ടുകെട്ട്? എങ്ങനെയാണ് സിയണിസ്റ്റുകൾ പോലും വംശീയമായി താഴ്ന്നവർ എന്ന് കാണുന്ന ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വവാദികൾക്ക് സിയണിസ്റ്റുകളോടും ബ്രിട്ടനിലെ റൈറ്റ് വിങ് വലതുപക്ഷ വംശീയ ഭ്രാന്തന്മാർക്കും ഇവർ ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല? പക്ഷെ ഒരൊറ്റ സാധ്യത, ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള വെറുപ്പിന്റെ മാത്രം പേരിൽ ലോകത്ത് വലതുപക്ഷ വംശീയ പ്രത്യയശാസ്ത്രങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓരോ വിദ്യാർത്ഥിയോടും ചോദിക്കുന്നു, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ടുന്ന അമൽ എന്താണ്? ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കാൻ നിയ്യത്ത് ചെയ്ത നിങ്ങളുടെ കർമ്മം എന്താണ്? ഇതാണ് സയ്യോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങൾ അരിഞ്ഞെടുത്ത് പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊണ്ടുപോകുന്ന ഫലസ്തീനിലെ പിതാക്കന്മാരുടെ ചിത്രം കാണുന്ന സഹോദര, ഈ കാലഘട്ടത്തിൽ നിനക്ക് നിർവഹിക്കാനുള്ള കർമ്മം എന്താണ്? ഇന്ത്യയിൽ നിന്നും മുസ്ലിം ജനസാമാന്യത്തെ നോൺ സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞ് ക്യാമ്പുകളിലേക്ക് അയക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി സുഹൃത്തെ, നിനക്ക് ഈ ലോകത്ത് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ്? ഇത് ഓരോ വിദ്യാർത്ഥിയോടും SIO ചോദിക്കുന്ന ചോദ്യമാണ്. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നിശ്ചയിച്ചത്. ഫോർ ഈച്ച് സ്റ്റുഡൻസ്, ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിലാണ് ഞങ്ങൾ മുട്ടാൻ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ നിങ്ങളെ എന്തിലൊക്കെ ക്ഷണിക്കുകയല്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കും നിനക്കുമുള്ള ദൗത്യം എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഇസ്ലാമോഫോബിയ അങ്ങേയറ്റം വ്യാപകമായിരിക്കുകയാണ്. PV അൻവർ പറയുന്ന അദ്ദേഹത്തിന് മിനിഞ്ഞാന്ന് ഉറക്കാൻ പറ്റിയില്ല എന്നാണ്. PV അൻവറെ ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ട്. മതരാഷ്ട്രവാദി എന്നും അതുപോലെ തന്നെ എന്താണ് തീവ്രവാദി എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ കുറെ കാലം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വിളിക്കുന്നവർക്കുള്ള തെറിവാക്കുകളാണ് PV അൻവർ വിളിച്ചതെങ്കിൽ ആ വിളി ആദ്യം കേൾക്കേണ്ടത് PV അൻവറിന്റെ പാർട്ടി ഓഫീസിലുള്ളവരാണ് എന്ന് PV അൻവർ മനസ്സിലാക്കേണ്ടതാണ്. ആ വിളിയാളങ്ങൾ അതാണല്ലോ ഇപ്പൊ PV അൻവർ പറഞ്ഞത്, മതരാഷ്ട്രവാദി വർഗീയവാദി എന്ന് വിളിച്ചു എന്നാണ്. വിളിച്ച ആളുകളെ കുറിച്ച് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ ഈ വിളിയുടെ പേരിലായിരുന്നില്ലേ 2010 കാലങ്ങളിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയപ്പോ മുസ്ലിം സംഘടനകളുടെ ലൈബ്രറികളിലേക്കും ഓഫീസുകളിലേക്കും റെയ്ഡ് നടത്തിയ പാർട്ടിയുടെ പേരല്ലേ CPIM? ആ CPM-ന്റെ ബാനറിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് ഒരു ദിവസം ഉറക്കം കിട്ടാതിരിക്കുമ്പോ നിങ്ങൾ അറിയണം, ആ വിളിയുടെ പേരിൽ തടവറകളിൽ ഉറങ്ങേണ്ടി വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന്റെ വേദന. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇന്ന് അവർ നടത്തുന്ന വെളിപാട്, കേരള പോലീസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് RSS. അതിലപ്പുറമൊന്നും PV അൻവർ പറയുന്നില്ല. MR അജിത് കുമാറിനെ കുറിച്ചാവട്ടെ, മലപ്പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാവട്ടെ, ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സംഘ് പരിവാർ. അത് സംഘപരിവാരത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇത് PV അൻവർ ആണോ ഇവിടെ ആദ്യം പറഞ്ഞത്? സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞിട്ടില്ലേ? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടില്ലേ? മറ്റ് മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊടിഞ്ഞി ഫൈസലിന്റെ വധക്കേസ് ഇവർ കൈകാര്യം ചെയ്ത രീതി, കാസർകോട്ട് റിയാസ് മൗലവിയെ കേസ് കൈകാര്യം ചെയ്ത രീതി എന്നല്ല. ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞാൽ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് RSSന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നതെന്ന സംശയം നിങ്ങൾക്കും തോന്നും. അന്ന് ഇത് ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത് പരിഗണിച്ചില്ല? അന്ന് ഇത് ഉന്നയിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഗൗനിച്ചില്ല? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. PV അൻവർ ഒരു ദിവസം വരുന്നു, വെളിപ്പെടുത്തൽ നടത്തുന്നു. അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവമുള്ളതാണ്. പക്ഷേ
ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ മത തീവ്രവാദിയാക്കാനും ഭീകരവാദിയാക്കാനും എം.ആർ. അജിത് കുമാറിനും അതുപോലെ തന്നെ യൂട്യൂബിലെ ചില വംശീയ ഭ്രാന്തന്മാർക്കും കഴിയുന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം പ്രതിസന്ധിയല്ല, അതിവിടുത്തെ ഭരണവർഗത്തിന്റെ അധികാരത്തിന് വേണ്ടി അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ്. അഥവാ ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രതിരോധിക്കാൻ ആവശ്യമുള്ള ഒരു സംഗതിയല്ല, മറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തെയും സാമൂഹികതയെയും നിർണയിച്ചെടുക്കുന്ന അടിസ്ഥാന സങ്കേതമായി ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഷഫാഖ് സാഹിബ് സൂചിപ്പിച്ചു, നേരത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ധാരാളം സ്ഫോടനങ്ങൾ ഉണ്ടായി. BJP പ്രതിസന്ധിയിലായപ്പോൾ ധാരാളം സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ നിരന്തരമായി മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കപ്പെട്ടു. എന്തിനായിരുന്നു? ഒന്ന്, മുസ്ലിങ്ങളെ വംശഹത്യക്ക് വിധേയമാക്കാനായിരുന്നെങ്കിൽ, രണ്ടാമതായി ഇവിടുത്തെ ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ കണ്ടെത്തുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ഇസ്ലാമോഫോബിയ. അത് കുറ്റ്യാടിക്കാർക്ക് പറഞ്ഞു തരേണ്ടതില്ല. മലയാള സിനിമയിലെ ഡോറുകളിലെ മുട്ടുകൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഒരു വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ഇത് ഇവർ പ്രയോഗിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം. പക്ഷെ ഇതിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ്? ഇതിന്റെ ഇമ്പാക്റ്റ് കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ മുസ്ലിങ്ങളെ ദുഷിപ്പുകളും വെറുക്കപ്പെടേണ്ടവരുമായിട്ട് കാണുന്നു. മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ പദാവലികൾ പോലും അപരവൽക്കരിക്കപ്പെടുകയും വെറുക്കപ്പെട്ടതായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ CPIM എന്ന് പറയുന്ന സാക്ഷാൽ പിണറായി വിജയന്റെ പാർട്ടി നിരന്തരമായി പ്രയോഗിച്ചെടുത്ത ഇസ്ലാമോഫോബിയ, അവരുടെ ഒരു പോലീസ് സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിക്കൊണ്ടാണ് എന്ന് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് കേരളത്തിന്റെ വലിയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ നൽകുന്നത് എം.ആർ. അജിത് കുമാർ RSSുമായിട്ട് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? എം.ആർ. അജിത് കുമാർ എന്നതിനെ താഴെ നിങ്ങൾക്ക് എഴുതാം കേരളത്തിന്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ, അപ്പോഴത്തുള്ള സംഘ് പരിവാരത്തിന്റെ സെക്രട്ടറി. അയാളുടെ താഴെ നിങ്ങൾ എന്തെഴുതും? അതിനെ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് നിന്നും മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ പ്രത്യയശാസ്ത്രപരമായി വിശ്വസിക്കുകയും വിചാരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെയാണ് എം.ആർ. അജിത് കുമാർ പോയി ചർച്ച ചെയ്തത് എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻ കൂടി നിങ്ങളൊന്ന് കൂട്ടിയാൽ അതിന്റെ ഉത്തരം എന്താണ്? മുസ്ലിം സമുദായത്തെ വംശഹത്യ ചെയ്യാനും വംശീയോന്മൂലനം ചെയ്യാനുമുള്ള പ്രത്യയശാസ്ത്രപരമായ നടപടി കൈക്കൊള്ളുന്ന RSSനെ സഹായിക്കാൻ കേരള പോലീസ് ഒരുങ്ങിപ്പുറപ്പെട്ടപ്പോൾ CPIM അതിന് കൂട്ടുന്നു എന്നല്ലേ അതിന്റെ ഉത്തരം? CPMന് എങ്ങനെയാണ് ഇത് കൈയൊഴിയാൻ കഴിയുക? CPM എന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം പോലീസിൽ എന്തൊക്കെയോ നടക്കുന്നു, അത് ഭരണകൂടത്തിൻ്റെതാണ്, ഭരണകൂടം മറ്റാരുടെയൊക്കെയാണ് എന്നാണ്. ഇത് പിണറായി വിജയന്റെ 2 ടേമിൽ ഒതുങ്ങുന്ന കാര്യമല്ല. നിങ്ങൾ CPIM 2000 മുതലുള്ള അറ്റ്ലീസ്റ്റ് 2000 മുതലുള്ള ചരിത്രം നോക്കൂ. മുസ്ലിങ്ങളോട് എങ്ങനെയാണ് പോലീസ് സമീപനം സ്വീകരിച്ചത്? ഭീമാപ്പള്ളി മുസ്ലിങ്ങൾ എങ്ങനെയാണ് വെടിവെച്ച് കൊല്ലപ്പെട്ടത്? എങ്ങനെയാണ് ഇത്രയധികം മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായത്? ഞാൻ പറഞ്ഞു വരുന്നത്, സെപ്റ്റംബർ 11 ലോകത്ത് വാർ ഓൺ ടെററുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ആ കേരളത്തിൽ പോലീസും ഭരണകൂടവും പ്രവർത്തിക്കുന്നതിന്റെ മനഃശാസ്ത്രം പോലും അമേരിക്കയുടെ ഒരു പോളിസിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഇസ്ലാമോഫോബിയയുടെ വ്യാപ്തിയും ആഴവും
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ദൗത്യം എന്താണ്? നിങ്ങൾ ഏതോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ, അമേരിക്കയും ഇസ്രായേലും നേതൃത്വം നൽകുന്ന ലോക സമ്പദ്ഘടനയുടെ ഒരു എംപ്ലോയി, ഒരു തൊഴിലാളി മാത്രമാകലാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷം? ഈ ലോകഘടന ഫലസ്തീനിയുടെ ചോരയിൽ നിലകൊള്ളുന്ന ലോകഘടനയുടെ സമ്പദ്ഘടനയിലേക്ക് സംഭാവന ചെയ്യുക എന്നതിനപ്പുറം ലോകത്തിന്റെ നാഗരികതയെക്കുറിച്ചും ലോകത്തിന്റെ സിവിലൈസേഷനെ കുറിച്ചും ഇമാജിനേഷനുള്ള സ്റ്റുഡന്റും ആകാൻ നിങ്ങൾ ഒരുക്കമാണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷഹാദത്തിനെ കുറിച്ചുള്ള അടങ്ങാത്ത അഭിലാഷത്തിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഒരാഗ്രഹവും ജീവിത രീതിയുമാണ് എന്ന് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സയ്യിദ് ശുഹദ ഇസ്മായിൽ ഹനിയ അള്ളാഹുവിലേക്ക് യാത്രയായപ്പോ, ഷഹാദത്ത് വരിച്ചപ്പോ, അത് ത്വഹ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മൊറോക്കൻ ഫിലോസഫർ അതേക്കുറിച്ച് എഴുതുകയുണ്ടായി. അബ്ദുറഹ്മാൻ ത്വഹ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോ സങ്കടത്തിന്റെയും കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും പ്രതീതി മുഴങ്ങിയപ്പോ അബ്ദുറഹ്മാൻ ത്വഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇസ്മായിൽ ഹനിയക്ക് ഷഹാദത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുക? ഇസ്മായിൽ ഹനിയക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരൊറ്റ വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അത് ഷഹാദത്ത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അങ്ങനെ ഷഹാദത്ത് മാത്രം ദുനിയാവിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴിയായി മാറ്റപ്പെടുന്ന ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാകാൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്ന പരിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ് SI ഓരോ വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റുഡന്റും നിങ്ങൾ ഒരേ സമയം ലോകത്തിന്റെ അധികാരങ്ങളോട് വിമർശനം ഉന്നയിക്കുകയും വിമതത്വം കാണിക്കുകയും ചെയ്യുകയും അതേസമയം ഇസ്ലാമിന്റെ നാഗരികതയെക്കുറിച്ച് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും വാനോളം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിയാകാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? നിങ്ങൾ ഇസ്ലാമിക വിദ്യാർത്ഥിത്വത്തിന്റെ ഭാഗമായി നമുക്കൊരുമിച്ച് അണിചേരാം എന്നാണ് SIO വിദ്യാർത്ഥികളോട് പറയുന്നത്. ഈ ലോകം, ആധുനിക ലോകം നിലനിൽക്കുന്നത് ഒരു മിഥ്യയിലാണ്. സമയം രേഖീയമായി മുന്നോട്ട് സഞ്ചരിക്കുന്നുവെന്നും ഇസ്ലാമും മുസ്ലിങ്ങളും ആ സഞ്ചാരത്തെ പാതയുടെ പിറകിലെവിടെയോ ഉള്ളതിന്റെ അവശേഷിപ്പുകളും അവശിഷ്ടങ്ങളും മാത്രമാണെന്ന് മിഥ്യയിൽ ആധുനിക ലോകം നിലകൊള്ളുമ്പോൾ, ആ വഴിയിൽ ആധുനികതയുടെ സ്കെയിലിൽ അതിന്റെ മുൻപിലാണോ പിറകിലാണോ ഞങ്ങളെന്ന് പറയുന്നതല്ല ഇസ്ലാമിക വിദ്യാർത്ഥിത്വം, മറിച്ച് ഈ സ്കെയിൽ തന്നെ നിലകൊള്ളുന്ന സമയരേഖയുടെ, സമയത്തിന്റെയും കാലത്തിന്റെയും ബോധത്തെ നിരാകരിക്കുന്നതിന്റെ പേരാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇസ്ലാമിക വിദ്യാർത്ഥിത്വം. ആ വഴിയിലേക്ക് കയറി വരാൻ, ആ വഴിയെ സ്വീകരിക്കാൻ, ആ വഴിയുടെ നേതാക്കളാകാൻ, ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ആ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് നടക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? നമുക്കൊരുമിച്ച് നിൽക്കാം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ബാനറിൽ എന്നാണ് കഴിഞ്ഞ 40 വർഷമായി SIO പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ആവർത്തിച്ച് SIOവിന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഉള്ളത് എന്നും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കൊന്നു തീർക്കാൻ കഴിയുന്ന ദർശനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അരിഞ്ഞു തീർക്കാൻ കഴിയുന്ന ദർശനങ്ങൾ ലോകത്ത് അനേകം സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് ഇല്ലാതാക്കി കളഞ്ഞ, തുടച്ചു നീക്കിക്കളഞ്ഞ, ഞങ്ങളിവിടെ SIO സ്വീകരിച്ചിരിക്കുന്ന 2 സിംബലുകളും, ഒന്ന് ഹന്തല. ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അത് വരച്ച പലസ്തീനിയൻ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ കൊല്ലപ്പെടും, പക്ഷെ ഹന്തല ലോകത്തോടെന്നും സംവദിച്ചു കൊണ്ടിരിക്കും. ബാബരി മസ്ജിദിനെ കുറിച്ച് പറയുന്നതുമ്പോൾ പലരും പറയും, നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഒരു പ്രശ്നം, സോക്കോൾഡ് വർഗീയത ഉണ്ടാക്കുകയും ചെയ്യുന്നത്? പക്ഷെ നമ്മൾ അറിയണം, ബാബരി മസ്ജിദിന്റെ ബാബുകളിലൂടെ നോക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഒരു മറുചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയൂ.
ഇന്ത്യയുടെ ചരിത്രം മുസ്ലിങ്ങളെ വില്ലന്മാരാക്കിയും മുസ്ലിങ്ങളെ അപകടകാരികളാക്കിയും ചിത്രീകരിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ മറുപുറം, ആ ചരിത്രം വ്യാജങ്ങളിൽ മാത്രം പടുത്തുയർത്തപ്പെട്ടതാണെന്ന നഗ്നസത്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് ബാബരി മസ്ജിദിന്റെ ജനലുകളിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്. അതുകൊണ്ട് ബാബരിയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ചരിത്രത്തിന്റെ വ്യക്തത, ഹന്തല പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ രാഷ്ട്രീയ വ്യക്തത, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയതയുടെ ഉൾക്കരുത്തിലൂടെ മുന്നോട്ട് നടക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ മാത്രമേ വംശീയതയുടെ ലോകത്തു നിന്ന് പുറത്തേക്കുള്ള വഴികൾ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ വഴിയിൽ മർദ്ദനങ്ങൾ ഒരു പ്രശ്നമല്ല, പീഡനങ്ങൾ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖസ്സാം, ഇസ്സുദ്ദീൻ ഇബ്നുൽ ഖസ്സാം റഹിമഹുല്ല, ഫലസ്തീനിലെ ജൂത സെറ്റിൽമെന്റുകൾ ആരംഭിക്കുന്ന കാലത്ത് റെസിസ്റ്റൻസ് തുടങ്ങിയ ഇസ്സുദ്ദീൻ ഖസ്സാം, അദ്ദേഹത്തിന്റെ പേരിലാണ് ഖസ്സാം ബ്രിഗേഡ് ഇന്ന് ഹമാസിന്റെ സൈനിക വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്സുദ്ദീൻ അൽ ഖസ്സാം റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഫലസ്തീനിൽ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ജൂത സെറ്റിൽമെന്റുകൾ ആരംഭിച്ച കാലം, അന്ന് അതിനെതിരെ സൈനിക നടപടിയെടുക്കാൻ തീരുമാനിക്കുകയും ഫലസ്തീനിലെ ഒരു പള്ളി ദർസിലെ മുദരിസായ ഇമാം ഇസ്സുദ്ദീൻ അൽ ഖസ്സാം റഹിമഹുല്ല അന്ന് തോക്കെടുത്തുകൊണ്ട് ആ സയനിസ്റ്റ് സെറ്റിൽമെന്റുകൾക്കെതിരെ ആ നാട്ടിലെ ചെറുപ്പക്കാരോടുകൂടി സഞ്ചരിക്കുകയാണ്. ഇസ്സുദ്ദീൻ അൽ ഖസ്സാം പറയാണ് റഹിമഹുല്ല, ഞാൻ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂടെ സഞ്ചരിച്ചു. ഞാൻ ശത്രുക്കളെ കണ്ടപ്പോൾ, അവരുടെ ആദ്യത്തെ വെടിവെച്ച കേട്ടപ്പോൾ ആദ്യം പിന്തിരിഞ്ഞോടിയത് ഞാനായിരുന്നു. ഇസ്സുദ്ദീൻ അൽ ഖസ്സാം റഹിമഹുല്ല പറയുന്നു, ഞാൻ അന്നേ ദിവസം എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ അന്ന് അള്ളാഹുവോട് ധാരാളമായി പ്രാർത്ഥിച്ചു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആത്മവിചാരണയിൽ ഒരു രാത്രി മുഴുകി. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ശത്രുക്കളെ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനും ബാത്തിലിനെതിരായി ഹക്കിന് വേണ്ടി സധൈര്യം നിലകൊള്ളാനുമുള്ള ഇസ്തിഖാമത്ത് എനിക്ക് നൽകണേ. ഇസ്സുദ്ദീൻ അൽ ഖസ്സാം റഹിമഹുല്ല പറയുന്നു, പിറ്റേ ദിവസം സയനിസ്റ്റ് സെറ്റിൽമെന്റുകൾക്കെതിരെ തോക്കെടുത്തുകൊണ്ട് ആ ഫലസ്തീനിലെ ബാലന്മാരോടൊപ്പം ഞാനും സഞ്ചരിച്ചു. അതുവരെ കിതാബുകളുടെ കെട്ടുകളിൽ മാത്രം വസിച്ചിരുന്ന ഞാൻ, ആ കിതാബുകളുടെ ലോകത്ത് മാത്രം വസിച്ചിരുന്ന ഞാൻ, ആളുകൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഞാൻ, ഒരു തോക്കെടുത്തുകൊണ്ട് സിയണിസ്റ്റുകളുടെ മുമ്പിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നടന്നു നീങ്ങിയപ്പോൾ തലേന്ന് അവരുടെ വെടിയച്ച കേട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടിയത് ആദ്യം ഞാനായിരുന്നെങ്കിൽ, പിറ്റേ ദിവസം ഞാൻ തോക്ക് പിടിച്ചപ്പോഴേക്ക് എന്റെ മുന്നിൽ നിന്ന് സിയോണിസ്റ്റുകൾ പിന്തിരിഞ്ഞോടുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഇസ്സുദ്ദീൻ അൽ ഖസ്സാം റഹിമഹുല്ലയുടെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹന്തലയുടെ വഴി അത് ഹനിയയുടെ വഴിയാണ്. ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ട സമയത്ത് ഹനിയ പറഞ്ഞ വാക്കുകളുണ്ട്. അവർ അല്ലാഹുവോടുള്ള വാഗ്ദത്തം പൂർത്തീകരിച്ച് സഞ്ചരിക്കുകയാണ്. ഹനിയയുടെ വഴി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ വിദ്യാർത്ഥികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന ഇസ്മായിൽ ഹനിയ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ജുസ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്ന, ഖുർആനിൽ 30 ജുസുകളുണ്ട്, 30 ജുസുകളാക്കി ഖുർആനിനെ വേർതിരിച്ചു വെച്ചത് മാസത്തിൽ ഓരോ ദിവസവും പാരായണം ചെയ്യാനാണ് എന്ന അതിന്റെ താല്പര്യത്തോട് നീതി പുലർത്തി ഓരോ ദിവസവും ഓരോ ജുസ് പാരായണം ചെയ്തുകൊണ്ട് നേതൃത്വം നൽകിയിരുന്ന ഹമാസിന്റെ പിടനായകൻ ഇസ്മായിൽ ഹനിയയുടെ വഴി. ആ ഹനിയയുടെ വഴിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഹന്തലയുടെ വഴി. നിങ്ങളുടെ മുമ്പിൽ, എന്റെ മുമ്പിൽ മരണത്തിന് നിങ്ങളൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ, എന്റെ മുമ്പിൽ കാർഡിയാക് അറ്റാക്കിനുള്ള ഹൃദയാഘാതത്തിന് ഉള്ള അവസരവും അതുപോലെ തന്നെ അപ്പാച്ചെ വിമാനം വന്നുകൊണ്ട് ചിതറിത്തെറിച്ച് മരിക്കലുമാണ് എന്റെ മുമ്പിൽ ഓപ്ഷനുകളായിട്ട് വരികയെങ്കിൽ, അപ്പാച്ചെ വിമാനം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വിമാനത്തോട് ഐ വിൽ പ്രിഫർ അപ്പാച്ചെ എന്ന് പറയുന്ന അബ്ദുൽ അസീസ് റന്തീസിയുടെ വഴിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഹന്തലയുടെ വഴി എന്ന് പറയുന്നത്. ഷെയ്ഖ് അങ്ങയെ തേടിക്കൊണ്ട് മൊസാദിന്റെ ചാരന്മാർ
ലോകം ചുറ്റി നടക്കുന്നുണ്ട്. അങ്ങയെ കാണാൻ വേണ്ടി മൊസാദിന്റെ ചാരന്മാർ, ലോകത്തെ സർവൈലൻസ് സിസ്റ്റത്തിന്റെ അധിപന്മാരായ മൊസാദ്, പ്രിയപ്പെട്ട ഷെയ്ഖ്, തല മാത്രം മനക്കാൻ കഴിയുന്ന ഉടലനങ്ങാത്ത ഒരു വീൽ ചെയറിലൂടെ സഞ്ചരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ അങ്ങയെ കാണാൻ സുരക്ഷാ ക്യാമറകളുടെ കണ്ണിലൂടെ അങ്ങയുടെ വീടിനെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് മഹാനായ ഷെയ്ഖ് അഹമ്മദ് യാസീൻ റഹിമഹുല്ലയോട് ഒരു ജേർണലിസ്റ്റായ സുഹൃത്ത് വന്നുകൊണ്ട് പറയുമ്പോൾ മഹാനായ അഹമ്മദ് യാസീൻ അവരോട് പറയുന്ന വർത്തമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വർത്തമാനം ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം ഈ നൂറ്റാണ്ടിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഷെയ്ഖ് അഹമ്മദ് യാസീൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദര, അവർ സുരക്ഷാ ക്യാമറകളിലൂടെ എന്നെ നിരീക്ഷിക്കുമ്പോൾ, ചലിക്കാൻ കഴിയാത്തന്റെ ശരീരത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കണം, അവർ എന്നെയല്ല, ഞാൻ അവരെയാണ് നിരീക്ഷിക്കുന്നത്. അവർക്കെന്നെയല്ല, എനിക്ക് ഷഹാദത്തിന് അവരെയാണ് ആവശ്യം എന്ന് പറയുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ വഴിയും പാതയുമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഹന്തലയുടെ വഴി എന്ന് പറയുന്നത്. ബാബരിയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഈ വംശഹത്യകളുടെ ഓർമ്മകളാണ്, തുടച്ചു നീക്കപ്പെട്ടതിന്റെ ഓർമ്മകളാണ്. ഓർമ്മകൾ രാഷ്ട്രീയമായി വാചാലമാണ്, സംസാരിക്കുന്നതും സംവരിക്കുന്നതുമാണ്. ബാബരിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ കുഴിച്ചു മൂടാൻ സന്നദ്ധമാണെങ്കിൽ മാത്രം ബാബരിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയും. ഇന്ത്യയിലെ വംശഹത്യകളിൽ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടതിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെങ്കിൽ ബാബരിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയും. ബലാത്സംഗം ചെയ്യപ്പെട്ട് തുണിയിരിക്കപ്പെട്ട് ഇടഞ്ഞു നീങ്ങേണ്ടി വന്ന ബിൽക്കീസ് ബാനുവിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെങ്കിൽ ബാബരിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയും. ഈ തെരുവുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്ന സംഘപരിവാരത്തിന്റെ ലോകത്തെ നെറികെട്ട ഹിന്ദുത്വ വംശീയവാദത്തെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെങ്കിൽ അതല്ല, അവയോട് രാഷ്ട്രീയമായ പ്രതിരോധം നിർവഹിക്കാനും മറ്റൊരു സിവിലൈസേഷണൽ ഇമാജിനേഷൻ പങ്കുവെക്കാനുമുണ്ടെങ്കിൽ ബാബരി മസ്ജിദിനെ കുറിച്ച് ഓർമ്മകൾ തെരുവീഥികളിൽ മനസ്സകങ്ങളിൽ സജീവമായി നിലനിർത്തുകയല്ലാതെ നിങ്ങൾക്കൊരു വഴിയും ഇല്ല എന്ന് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുകയാണ്. ഹന്തലയും ബാബരിയും മറ്റൊരു നാഗരിക ഭാവനയുടെ വാതായനങ്ങൾ തുറന്നിടുകയാണ്. ഹന്തല തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ന് സയണിസത്തോടും അമേരിക്കയുടെ സാമ്രാജ്യത്വത്തോടും മുഖം തിരിഞ്ഞു നിൽക്കലാണെങ്കിൽ ആ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തെ, ഹന്തല മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, ആ മുഖം അഭിമുഖീകരിക്കുന്നത് മറ്റൊരു സിവിലൈസേഷനെയാണ്. അങ്ങോട്ട് നോക്കാനാണ് ഹന്തല നമ്മോട് പറയുന്നത്. അത് ഒരേ സമയം അമേരിക്കയോടും ഇസ്രായേലിനോടും ഹിന്ദുത്വയോടും പുറം തിരിഞ്ഞു നിൽക്കലും, അതേസമയം ഇവിടെയല്ലാത്ത മറ്റൊരു സിവിലൈസേഷൻ നമുക്ക് നേടാനുണ്ട്. റബീഉൽ അവ്വലിൽ തുടങ്ങിയ ആദ്യ വസന്തത്തിന്റെ തുടർച്ചകൾ സാധ്യമാകേണ്ടതുണ്ട് എന്ന നോട്ടമാണ് നമ്മൾ കാണാത്ത ഹന്തലയുടെ കണ്ണുകളിലൂടെ ഹന്തല നമ്മോട് പറയുന്നത് എന്ന ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹ് ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.